ഹെയർ, സാംസങ്, അതുപോലെ ഹിറ്റാച്ചി എന്നീ LCD ബ്രാൻഡുകൾക്കും അതുപോലെ കോമൺ ആയിട്ട് വരുന്ന കംപ്ലൈൻ്റാണ്. ഒരു 10 വർഷത്തിന് ശേഷം വരുന്നൊരു കംപ്ലൈൻ്റാണ് ഇത്തരത്തിൽ സ്ക്രീനിൽ വൈറ്റ് ഷെയ്ഡുകളും അതുപോലെ അതിന് പുറമേയുള്ള പോളറൈസർ ഷീറ്റ് ഇങ്ങനെ ഇളകി വരുന്നതും കാണാൻ പറ്റും. ഇത്തരത്തിൽ വരുന്നതിന് കാരണം ഹീറ്റ് കാരണം കുറേ നാൾ വർക്ക് ചെയ്യുമ്പോൾ LCD TV LED TVനേക്കാൾ കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ആ ഹീറ്റ് കാരണം ഡിസ്പ്ലേയിൽ നിന്ന് പുറമേയുള്ള പോളറൈസർ ഫിലിം റിമൂവായി വരുമ്പോഴാണ് ഇത്തരത്തിൽ നമുക്ക് കംപ്ലൈൻറ്റ് കാണാൻ പറ്റുന്നത്. 24 ഇഞ്ച് അതുപോലെ 26 ഇഞ്ച് 32 അതുപോലെ 42 43 എന്നീ ഇഞ്ചുകളിലെ എല്ലാ LCD മോഡലുകൾക്കും ഒരു 8 വർഷത്തിന് ശേഷം ഇത്തരത്തിലെ കംപ്ലൈൻസുകൾ കാണിക്കാറുണ്ട്. LCD TVകളിൽ മാത്രമേ ഇത്തരത്തിൽ ഈ പോളറൈസർ ഫിലിം ഇളകി പോകാറുള്ളൂ. കാരണം LED TV അപേക്ഷിച്ച് LCDക്ക് ചൂട് കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ പോളറൈസർ ഫിലിം ഇങ്ങനെ ഇളകി വരുന്നത്. ചില TVകളിൽ ഇത്തരത്തിൽ പോളറൈസർ ഫിലിം കംപ്ലീറ്റ് ആയിട്ട് ഇളകി വരുന്ന അവസ്ഥയും കണ്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് വെച്ചാൽ പാർഷ്യലി മാത്രമേ അത് ഇളകി പോന്നിട്ടുള്ളൂ. സോ നമുക്കത് ഫുള്ളായിട്ട് റിമൂവ് ചെയ്ത് രണ്ടാമത് പുതിയ പോളറൈസർ ഫിലിം അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. സോ അതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതൊരു എങ്ങനെയാണ് കംപ്ലയിൻറ്റ്സ്, എന്ത് കാരണം കൊണ്ടാണ് വരുന്നത്, അതുപോലെ എങ്ങനെ അത് സൊല്യൂഷൻ എന്നുള്ള രീതിയിലുള്ള വീഡിയോ ആണ്. അല്ലാതെ ഇതൊരിക്കലും നിങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യരുത്. കാരണം ഇത് നിങ്ങളുടെ സ്ക്രീൻ ഡാമേജ് ആക്കാനോ അതുപോലെ കയ്യിന് അതുപോലെ ഒരുപാട് ഇഞ്ചുറി വരാനൊക്കെ ചാൻസ് ഉള്ളൊരു കംപ്ലയിൻറ്റ്സ് ആണ് ഇത് സോൾവ് ചെയ്യുമ്പോൾ. അപ്പോൾ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ. കാരണം അത്രയും ടൈം കൺസ്യൂമിങ്ങും അതുപോലെ ഒരുപാട് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു വർക്കായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് ഈ വർക്കുകൾ ചെയ്യാൻ. സോ അതുകൊണ്ട് ആരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യരുത്. പ്രത്യേകിച്ച് കുട്ടികളാരും തന്നെ ഇത് വീഡിയോ കണ്ടതിന് ശേഷം ഇതുപോലെ ചെയ്ത് നോക്കരുത്. ഇത്തരത്തിൽ നമ്മൾ ആ ഷീറ്റ് പോളറൈസർ ഫിലിം ഇളകിയെടുക്കുന്ന സമയത്ത് അത് കൈമുറിയാനും അതുപോലെ അത് ഒരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഹീറ്റ് കാരണം കൊണ്ട് അത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഹാനികരമാണ്. സോ അത് ഒരിക്കലും വീട്ടിൽ ട്രൈ ചെയ്യരുത്. ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതുകൊണ്ട് എല്ലാവരും വീഡിയോ മസ്റ്റായിട്ടും കാണുക. ഇത്തരത്തിൽ നമുക്ക് LCDകളുടെ സ്ക്രീൻ പോളറൈസർ ഫിലിം ഇളകി വരുന്നത് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യണം. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഔട്ടർ സൈഡിലെ ഷീറ്റ് പോളറൈസർ ഫിലിം മാത്രമാണ് ഇളകി വന്നിട്ടുള്ളത്. സോ നമുക്ക് ഇത് മാത്രം റീപ്ലേസ് ചെയ്യാൻ മതി. ചില TVകളിൽ ഇന്നർ സൈഡിലെ പോളറൈസർ ഫിലിം കൂടെ പോകാറുണ്ട്. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ 2 ഷീറ്റ് കൂടെ നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചെയ്താൽ നമുക്ക് പുതിയതായി TV എങ്ങനെയാണോ പുതിയതായി നമുക്ക് കിട്ടുന്നത് ആ ഒരു കണ്ടീഷനിൽ നമുക്ക് കാണാൻ പറ്റും. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് പുറത്തെ പോളറൈസർ ഫിലിം മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്. ഈ പോളറൈസർ ഫിലിം ഇത്തരത്തിൽ നമ്മൾ മാനുവലായിട്ടോ അതുപോലെ ഇളക്കിയെടുക്കുന്ന സമയത്ത് നല്ല ഒരു ടോക്സിക് ആയ ഒരു സ്മെല്ല് നമുക്ക് അനുഭവപ്പെടും. സോ അതുകൊണ്ട് ഇത്തരത്തിൽ ക്ലീൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് ചെയ്യുന്ന ടെക്നീഷ്യന്മാരാണെങ്കിൽ മാസ്ക് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ വീട്ടിലാരും ഇത്തരത്തിൽ TV അത് ഇളകി വരുന്നുണ്ടെങ്കിൽ കൈകൊണ്ട് പറിക്കാതിരിക്കുക. കാരണം അത് ഒരു വളരെ ടോക്സിക് ആയ നമ്മുടെ ശരീരത്തിന് ഹാനികരമായിട്ടുള്ള ഒരു കെമിക്കലാണ്. അതൊരിക്കലും ശ്വസിക്കുക അതുപോലെ ഫുഡിലൊന്നും ആവാതെ വളരെ ശ്രദ്ധിക്കണം. ഇത്തരത്തിൽ കംപ്ലയിൻറ്റ് കണ്ടാൽ നിങ്ങൾ അടുത്തുള്ള ടെക്നീഷ്യനെയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെർട്ടിനെ വിളിച്ച് മാത്രമേ ഇത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. LED TVയും അതുപോലെ LCD TVയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ബാക്ക് ലൈറ്റ് സിസ്റ്റമാണ്. അതായത് LCD TVകൾക്ക് ബാക്ക് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫ്ലോറസെൻറ്റ് ട്യൂബുകളാണ്, ചെറിയ മിനിയേച്ചർ ട്യൂബുകളാണ്. എന്നാൽ LED കാര്യത്തിൽ വരുമ്പോഴത്തേക്കും അത് LED ലൈറ്റായിട്ട് മാറും. സോ അതുകൊണ്ട് LED വർക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും LCD ട്യൂബുകൾ വർക്ക് ചെയ്യും. അതുകൊണ്ടാണ് ഇത്തരത്തിൽ കംപ്ലയിൻറ്റ് വരാനുള്ള കാരണം. LCD TVകളിലും LED TVകളിലും സെയിം ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. അതായത് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. ആ ലൈറ്റ് സോഴ്സ് മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. സോ അതുകൊണ്ട് LCD TVകൾക്ക് പൊതുവേ LED TVയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വെയിറ്റ് കൂടുതലായിരിക്കും. ഇത്തരത്തിൽ ഫ്ലൂറസെൻറ്റ് ലാമ്പുകളായതുകൊണ്ട് തന്നെ ബോഡി ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന തരത്തിലുള്ള ബോഡികളാണ് കൂടുതലും വരാറുള്ളത്. അതുകൊണ്ടാണ് വെയിറ്റ് കൂടാനുള്ള കാരണം. എഡ്ജ് LED ടൈപ്പ് TVകളിൽ ഇത്തരത്തിൽ വെയിറ്റ് കൂടാറുണ്ട്. കാരണം ഒരുപാട് ഹീറ്റ് കൺസ്യൂം ചെയ്യുന്ന TVകളിൽ ബോഡി അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഡിസ്പ്ലേയുടെ 2 സൈഡിലും പോളറൈസർ ഫിലിമുകളുണ്ട്. അതായത് ഇന്നർ സൈഡിലും ഔട്ടർ സൈഡിലും പോളറൈസർ ഫിലിമുകളുണ്ട്. ഇത്തരത്തിൽ ഫിലിമുകൾ ഇല്ലെങ്കിൽ നമുക്ക് പിക്ചർ വൈറ്റ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ക് ലൈറ്റ് അതേപോലെ വൈറ്റ് ആയിട്ട് നമുക്ക് സ്ക്രീനിൽ കാണും. ഇന്നർ സൈഡിൽ വരുന്ന പോളറൈസർ ഫിലിമും അതുപോലെ ഔട്ടർ സൈഡിൽ വരുന്ന പോളറൈസർ ഫിലിമും ലൈറ്റിനെ ഒരു സെർട്ടൻ ആംഗിളിൽ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഡിസ്പ്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറക്റ്റ് ഇമേജ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതാണ് ശരിക്കും അതിൻ്റെ ഫംഗ്ഷൻ. അതായത് പോളറൈസർ ഫിലിമിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെർട്ടൻ ആംഗിളിൽ വരുന്ന ലൈറ്റിനെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് പിക്ചർ കാണാൻ പറ്റുന്നത്. ഇത് LCDകളിലും LEDകളിലും സെയിം ഡിസ്പ്ലേ ആയതുകൊണ്ട് ഒരേ ഫംഗ്ഷൻ തന്നെയാണ് അതിൽ വരുന്നത്. പോളറൈസർ ഫിലിം റിമൂവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചല്ല ചെയ്യുന്നതെങ്കിൽ പാനൽ ബ്രേക്ക് ആവാനും അതുപോലെ അതിൻ്റെ കോഫ് എന്ന് പറയുന്ന പാർട്സുകൾ കംപ്ലൈൻ്റ് ആവാനും ചാൻസ് ഉണ്ട്. ഇത്തരത്തിൽ കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ വളരെ ചില കേസുകൾ മാത്രമേ നമുക്ക് റിപ്പയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഡിസ്പ്ലേ മാറേണ്ടി തന്നെ വരാറുണ്ട്. സോ അത് വലിയൊരു എക്സ്പെൻസിലോട്ട് പോകും. അതുകൊണ്ട് കൂടെയാണ് നിങ്ങളിത് ഒരിക്കലും ട്രൈ ചെയ്യരുതെന്ന് പറയാനുള്ള കാരണം. സോ വീഡിയോ നിങ്ങൾ എന്തായാലും ഫുള്ളായിട്ട് കാണാം.
ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ സുഹൃത്തിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാം. നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുള്ള സബ്ജക്റ്റുകൾ നമുക്ക് കമൻറ്റായിട്ട് ചെയ്താൽ അത് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫോർമേറ്റീവായിട്ട് ഇപ്പോൾ അറിയുന്നുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കാം. നമ്മളതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതാണ്. പോളറൈസർ ഫിലിം വളരെ നീറ്റായിട്ടുണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. സോ നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു എയർ ബബിൾസ് പോലും കയറാതെ തന്നെ നമ്മൾ വളരെ നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.